അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നിൻ്റെ ചൂടിൻ്റെ വറുതി ഒഴിവാക്കുവാൻ, നാളെയുടെ അതികഠിനമായ തീച്ചൂളകൾ ഉണ്ടാകാതിരിക്കുവാൻ ഇന്നേ കരുതുക ഓരോ തുള്ളിയും. അതെ, ഇന്ന് മാർച്ച് 22 ലോക ജലദിനം. ഇന്ന് ഒരുപാട് പേരുടെ വാട്സപ്പ് സ്റ്റാറ്റസുകൾ കണ്ടു. കേരളം മഹാപ്രളയത്തിന് ശേഷം കടുത്ത വരൾച്ചയിലേക്കോ, ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്ന് തുടങ്ങി ഒരുപാട് സ്റ്റാറ്റസുകൾ. പലപ്പോഴും അത് അങ്ങനെയുള്ള വാചകങ്ങൾ നമ്മളെ എഴുതി വെക്കാനും അല്ലെങ്കിൽ പറയുവാനും വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതിനെ പലപ്പോഴും നമ്മൾ പ്രാവർത്തിക തലങ്ങളിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. കടുത്ത പ്രളയത്തിന് ശേഷം നമ്മൾ കടുത്ത വരൾച്ചയെ നേരിടുവാനുള്ള ഒരു അപകട വാർത്ത നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞിരിക്കാം. പക്ഷേ അതിനു വേണ്ടിയിട്ട് ജലം സംരക്ഷിക്കുവാൻ നാം എന്തെല്ലാം ചെയ്തു എന്ന് നമ്മൾ പലപ്പോഴും ഓർത്തു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിൽ ഒരുപാട് നദികളുണ്ട്, ഒരുപാട് പുഴകളും വയലുകളും കുളങ്ങളും കായലുകളും എല്ലാം ഉണ്ടായിരുന്നു. അവ കൊണ്ടെല്ലാം പ്രകൃതി രമണീയത കൊണ്ടെല്ലാം സമൃദ്ധമായി, ജലസ്രോതസ്സുകൾ കൊണ്ടെല്ലാം സമ്പന്നമായ ഒരു ചെറു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പണ്ട് ആ കായലുകളിലും നദികളിലുമെല്ലാം മാലിന്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മഴ ലഭിക്കുമ്പോൾ അവയെ സംഭരിച്ചു വയ്ക്കുവാനുള്ള വയലുകളും അന്ന് നമുക്ക് കാണാമായിരുന്നു. പക്ഷേ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ അവയെല്ലാം മലിനമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ മനുഷ്യൻ്റെ സ്വാർത്ഥ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അതിനെയെല്ലാം നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ജലദിനത്തോടനുബന്ധിച്ച് നമുക്ക് ഈ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കണം എന്ന് നമുക്ക് പ്രതിജ്ഞ എടുത്തുകൂടെ? ഈ ജലസംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാനാകും? ഒന്നാമതായി ഞാൻ പറയട്ടെ, ഈ ജലസ്രോതസ്സുകൾ മലിനമാക്കാതിരിക്കുക. നമ്മൾ ഒരുപാട് ഫാക്ടറികളിലും മറ്റുമുള്ള വേസ്റ്റുകൾ, പ്ലാസ്റ്റിക് വേസ്റ്റുകൾ പോലത്തുള്ള വേസ്റ്റുകൾ നമ്മൾ പുഴയിലേക്കും മറ്റും തള്ളിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഒരു സാഹചര്യം ഇല്ലാതാക്കുക. അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റുകൾ നമ്മുടെ വീടുകളിൽ നിന്നുള്ള, ഹോട്ടലുകളിൽ നിന്നുമുള്ള വേസ്റ്റുകൾ നമ്മൾ ആ ജലസ്രോതസ്സുകളിലേക്ക് തള്ളാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് നമുക്ക് പറയാൻ കഴിയുക, നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ജലം പൈപ്പിൻ്റെ സ്പീഡ് കുറയ്ക്കുക എന്നുള്ളതാണ്. പലപ്പോഴും സ്ത്രീകളൊക്കെ അടുക്കളയിൽ പാത്രം കഴുകുന്ന സമയത്ത് അല്ലെങ്കിൽ ചെടി നനയ്ക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാത്രം കഴുകുന്ന സമയത്തൊക്കെ പാഴായി പോകുന്ന ജലം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അടിയിലൊരു പാത്രം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വേസ്റ്റ് ആകുന്ന ആ ഒരു വെള്ളം നമ്മൾ ചെടിക്ക് കൂടി ഉപയോഗിച്ചാൽ ഒരുപാട് വെള്ളം നമുക്ക് സംരക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങളിലൂടെ നമുക്ക് ഒരുപാട് വെള്ളം നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കൂടുതൽ സംരക്ഷിക്കാൻ കഴിയും. പക്ഷേ നമ്മളത് ശ്രമിക്കാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം, നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഷേവിങ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ഒരുപാട് വെള്ളം നമ്മൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് റളിയല്ലാഹു അൻഹു വുളു ചെയ്യുന്ന സമയം അതിലൂടെ കടന്നു പോയപ്പോൾ അദ്ദേഹം അമിതമായ വെള്ളം കൊണ്ട് വുളു ചെയ്യുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, വെള്ളം അമിതമായി ഉപയോഗിക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോട് കൂടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അഫിൽ വുളു ഇസ്രാഫുൻ, വുളുവിൻ്റെ കാര്യത്തിലും ധൂർത്തോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയിലായിരുന്നാൽ പോലും നീ വുളു ചെയ്യുമ്പോൾ ധൂർത്തായി അമിതമായിട്ട് വെള്ളം ഉപയോഗിക്കരുത് എന്ന് പറയുമ്പോൾ, സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും വുളു ചെയ്യുന്ന സമയത്ത് ഇത്രയധികം വെള്ളമാണ്, അല്ലെങ്കിൽ കുളിക്കുന്ന സമയത്ത് നമ്മൾ അമിതമായിട്ട് വെള്ളം ഉപയോഗിക്കുന്നില്ലേ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വെയിലത്ത് ദാഹിച്ചുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സദാസമയവും വെയിലിൻ്റെ ചൂട് കൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം പക്ഷികളുണ്ടല്ലോ, ശരിക്കും അവർക്കും ഉണ്ടാകില്ല ദാഹം. അപ്പോൾ നമ്മൾ
അവർക്ക് വേണ്ടിയിട്ട് തണ്ണീർത്തടങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അവർക്കും ഒരിറ്റ് വെള്ളം ഒരു പാത്രത്തിലാക്കിക്കൊണ്ട് നമ്മുടെ മുറ്റങ്ങളിലും മറ്റും വെച്ചു കൊടുത്താൽ അവർക്കും ദാഹം ശമിപ്പിക്കാൻ കഴിയില്ലേ? ശരിക്കും അവരെല്ലാം കുടിക്കുന്ന ജലസ്രോതസ്സുകളിൽ നിന്നായിരുന്നു. പക്ഷെ അതൊക്കെ മലിനമായ ആ ഒരു സാഹചര്യത്തിൽ അവർക്കും വെള്ളം കിട്ടാത്തൊരവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഇത്തരത്തിൽ ഒരുപാട് വെള്ളം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. 660 ദശലക്ഷത്തിലേറെ ജനങ്ങൾ ഒരിറ്റു വെള്ളത്തിന് വേണ്ടിയിട്ട്, ഒരിറ്റു ദാഹം ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ ഉപയോഗിക്കുന്ന ജലസ്രോതസ്സുകളെല്ലാം ഇന്ന് മലിനമായിക്കൊണ്ടിരിക്കുന്ന ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ അമിതമായിട്ട് വെള്ളം ഉപയോഗിക്കുന്നത് ശരിയാണോ എന്ന് നമ്മളെ ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ നമ്മൾ മഴക്കുഴികൾ അത് സംഭരിക്കുന്നതിന് വേണ്ടിയിട്ട് മഴക്കുഴികളും കൂടെ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് ഒരുപാട് വേനൽക്കാലത്ത് വരൾച്ചയെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈ വെള്ളത്തിൻ്റെ അമിതമായ ഉപയോഗം കുറച്ചുകൊണ്ടും ജലസ്രോതസ്സുകൾ മലിനമാക്കാതെ സംരക്ഷിച്ചുകൊണ്ടും നമ്മൾ ഇന്ന് തന്നെ പ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നും ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ഞാൻ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.